പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പോകുന്നത് ശ്രീനഗറിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് NH1 യാത്രയാണ്. പഴയ ഏൻഷ്യൻ്റ് സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള NH1 ഇപ്പോൾ ലഡാക്കിനെ കൂട്ടിയോജിപ്പിക്കുന്നു എന്നുള്ളതാണ്. ശ്രീനഗറിനെയും ലഡാക്കിനെയും കൂട്ടിയോജിപ്പിക്കുന്ന ഏക മാർഗമാണ് NH1. ഇത് പഴയ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നേരെ കാർഗിൽ വഴി ലഡാക്കിലേക്ക്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കിടക്കാൻ പോകുന്നത് ഇവിടെ സോനാമാർഗ് ടണൽ കിടക്കാം. സോനാമാർഗ് ടണൽ എന്ന് പറയുമ്പോൾ നേരത്തെ അതിൻ്റെ പേര് സെഡ് മോർട്ട് ടണൽ. അതിപ്പോൾ നമ്മുടെ സോജില പാസിൻ്റെ ഭാഗമായിട്ടുള്ള ടണലുമായിട്ട് ഈ ടണൽ സോനാമാർഗ് ടണലായിട്ട് സെഡ് മോർപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. കാരണം ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന റോഡ് സെഡ് ആകൃതിയിൽ സിക്സ് ആകായിട്ട് പോകുന്ന റോഡ് ഇപ്പോൾ ഈ ടണൽ വന്നതോടുകൂടി സ്ട്രെയിറ്റ് ആകും. നേരത്തെ ഉണ്ടായിരുന്ന 2 മണിക്കൂർ യാത്ര അരമണിക്കൂർ താഴെയായിട്ട് കുറയുകയും ചെയ്തു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം. അപ്പോൾ ഗന്ദർബൻ ജില്ലയിൽ ഉള്ള ഈ ടണലിന് 6.5 കിലോമീറ്റർ നീളമുണ്ട്. സോനാമാർഗിലേക്ക് വിനോദസഞ്ചാരികൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്രയാസമൊന്നും കൂടാതെ ഇപ്പോൾ കടന്നു പോകുന്നത് ഏത് കാലഘട്ടത്തിലും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതാണ്. 2025 ജനുവരി 13 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. സമുദ്രനിരപ്പിൽ നിന്ന് 8652 അടി ഉയരത്തിലാണ് ഈ ഇത് സ്ഥിതി ചെയ്യുന്നത്. 2 വശത്തേക്കും ഒരേ സമയം വാഹനങ്ങൾ കടന്നു പോകുന്ന ഇരട്ട ലൈൻ ആയിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇത് മുൻപ് അപകടം നിറഞ്ഞ ഒരു മലമ്പാതയിലൂടെ മണിക്കൂറുകൾ നീണ്ട റോഡ് ബ്ലോക്കൊക്കെ ചേർന്ന് മണിക്കൂറുകൾ നീണ്ട യാത്ര ഇപ്പോൾ കുറഞ്ഞ് 15 മിനിറ്റായി കുറഞ്ഞു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ തുരങ്കമൊക്കെ കടന്ന് പിന്നെ സോനാമാർഗിലേക്ക് എത്തിയിരിക്കുന്നു. ഏതാണ്ട് 8560 അടി ഉയരത്തിലേക്ക് ശ്രീനഗറിൽ നിന്നും നമ്മൾ എത്തിയിരിക്കുകയാണ്. ലഡാക്കിലേക്കുള്ള ഈ റോഡ് വളരെ പ്രധാനപ്പെട്ട റോഡാണ്. കാരണം ലഡാക്കിനെ സംബന്ധിച്ച് നമ്മെ സംബന്ധിച്ച് വളരെ തന്ത്രപ്രധാനമായ റോഡാണ്. അപ്പോൾ ഇവിടത്തേക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് ഇന്ധനം അടക്കമുള്ള ഒരുപാട് സപ്ലൈസ് ഈ റോഡ് വഴിയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടണലൊക്കെ കഴിഞ്ഞ് സോനാമാർഗിൽ ലഞ്ച് ടൈമിലാണ് എത്തിയത്. നമ്മളിവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ടേ നമ്മളിനി ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പിന്നെ വലിയ തോതിൽ ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള ഒരു സ്ഥലമാണ് ഈ സോനാമാർഗ് എന്ന് പറയുന്നത്. പണ്ട് കടുത്ത മഞ്ഞ് വീഴ്ചയുള്ള ഒരു കാലത്ത് ഇവിടെ നല്ല മഞ്ഞുകൂടി കിടക്കും. അപ്പോൾ അവിടെ അകലെ നമുക്ക് ഒരു ഗ്ലേസിയർ കാണാം. ഈ താഴ്വാരം മുഴുവൻ മഞ്ഞുകൂടി കിടക്കുന്ന 3-4 മാസം മഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോഴത് വേനലായതുകൊണ്ട് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ എല്ലാ സഞ്ചാരികൾക്കും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തണുപ്പൊന്നുമില്ല. അങ്ങനെ നല്ല ഒരു സ്ഥലമായിട്ടാണ് നമ്മളിപ്പോൾ അനുഭവപ്പെടുന്നത്. ഇവിടെ നമ്മൾ ഈ റോഡ് കടന്നു പോകുന്നത് സിന്ധ് റിവറിൻ്റെ താഴ്വാര പ്രദേശത്തൂടെയാണ്. അപ്പോൾ ആ നദിയുടെ വളഞ്ഞു പുളഞ്ഞു ഉള്ള ഒഴുക്കിനനുസരിച്ച് ഈ NH1 ചുരം കയറി ഇങ്ങനെ പോവുകയാണ്. സോജില പാസ്സാണ് ഈ പാസ്. സോജില പാസിനെ കുറിച്ച് പറയുമ്പോൾ കാശ്മീർ താഴ്വരയിൽ ഏറ്റവും തന്ത്രപ്രധാനമായതാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 11575 അടി ഉയരത്തിൽ ഗ്രേറ്റർ ഹിമാലയൻ പർവ്വതനിരകളാണ് ഈ കാണുന്നത്. ശ്രീനഗറിനെയും ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ദേശീയപാതയാണ്. അങ്ങ് അകലെ നല്ല മലനിരകൾ കാണാം. അപ്പോൾ ഈ സോനാമാർഗ് കടന്നു പോകുന്നത് സോനാമാർഗിലൂടെയാണ് ഈ NH കടന്നു പോകുന്നത്. നമ്മൾക്ക് സഞ്ചാരികൾക്ക് ഒരു ഇടത്താവളമായിട്ടും സോനാമാർഗ് നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുമാണ് അറിയപ്പെടുന്നത്. നമ്മളിന്നിവിടെ ഉച്ചഭക്ഷണം നാം റിസോർട്ടിലാണ്, നാംറോസ് എന്ന് പറയുന്ന റിസോർട്ടിലാണ്. അവിടെ ഒരുപാട് സഞ്ചാരികൾ അവിടെ നമുക്ക് ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുള്ളതായിരുന്നു. നമ്മൾ ആ ഉച്ചഭക്ഷണം കഴിച്ചാണ് ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കുന്നത്. ഈ മലയുടെ ചുറ്റും ഒരു മടിത്തട്ടാണ്, ഈ മലയുടെ മടിത്തട്ടാണിത്.
ഭൂമിശാസ്ത്രപരമായിട്ട് ഈ പ്രദേശം ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും കാർഗിലിനെയും ദ്രാസിനെയും ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് മഞ്ഞിൻ്റെ മലമ്പാത എന്ന് വേണം ഇതിനെ പറയാൻ. അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. പിന്നെ മൗണ്ടൻ പാസ് എന്ന് വേണം വിളിക്കാൻ. ശൈത്യകാലത്ത് ഇവിടെയൊക്കെ 50 അടി ഉയരത്തിൽ വരെ മഞ്ഞ് മൂടാറുണ്ടെന്നാണ് അവിടെ ഉള്ള ആളുകൾ പറഞ്ഞത്. എനിക്കും സോനാമാർഗിൽ നേരത്തെ വന്നപ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അന്ന് സൈനികരുടെ വാഹനം ഈ റോഡിലുള്ള മഞ്ഞ് കോരി മാറ്റിയിട്ടാണ് അങ്ങോട്ട് കടത്തി വിടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഗതാഗത നിയന്ത്രണം ഈ ഒരു ഏകദേശം ഒരു 4-5 മാസം വരെ ഈ പ്രദേശത്തേക്കുള്ള യാത്ര നേരത്തെ ദുഷ്കരമായിരുന്നു. അതാണ് ഇപ്പോൾ ഈ ചുരം വന്നതോടുകൂടി എല്ലാ കാലത്തും യാത്ര ചെയ്യാവുന്ന തരത്തിലേക്ക് എത്തി. ചുരത്തിൻ്റെ 2ാം ഭാഗം ഇവിടെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 13.5 കിലോമീറ്ററോളം വരുന്ന ഒരു ടണലുകൂടെ ഇവിടെ പണി നടക്കുന്നുണ്ട്. ആ പണിയും കൂടെ പൂർത്തിയാകുന്നതോടുകൂടി സോജില പാസിലെ ഗതാഗതം വളരെ സുഖമാകുമെന്നുള്ളതാണ്. അത് ഈ റോഡിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ലഡാക്കിൻ്റെ ജീവനാഡി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിന്ധ് റിവറിൻ്റെ തീരത്തൂടെ ഈ ഉള്ള നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് സിന്ധു റിവറിൻ്റെ അഗാധമായ താഴ്വരയാണ്. ഇവിടെ നിന്നാണ് ഇവിടെ നമുക്ക് ഈ അമർനാഥ് യാത്രയ്ക്ക് പോകുന്നവരുടെ ഒരു ഇടത്താവളം, ഒരു ബേസ് ക്യാമ്പ് ഇവിടെയാണ്. അങ്ങ് താഴെ ഒരുപാട് ഷെഡുകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ ഷെഡുകളിലൊക്കെ അമർനാഥ് തീർത്ഥയാത്രയുടെ ഭക്തരുടെ ഒരു താവളമാണ്. അന്ന് ഇവർ വളരെ ചരിത്രപരമായിട്ട് ഇതിന് വലിയ പ്രാധാന്യമുണ്ട് തന്നെ. 1948 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം ഈ ഉയർന്ന പ്രദേശത്ത് ടാങ്കുകൾ എത്തിച്ച് ചരിത്രപരമായി വിജയം നേടിയ ഒരു സ്ഥലമാണ് സോജില പാസ്. അങ്ങ് ദൂരെ നോക്കിയാൽ കാണാം അമർനാഥ് യാത്രയ്ക്കുള്ള ബേസ് ക്യാമ്പിൽ ധാരാളം ടെൻറ്റുകൾ വെച്ച് ആളുകൾ അവിടെ താമസിക്കുന്നത് നമുക്കാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 13 കിലോമീറ്ററിലധികം കാൽനടയായി യാത്ര ചെയ്താണ് അങ്ങ് അകലെ കാണുന്ന ഐസ്ബർഗ്, അല്ലെങ്കിൽ നമുക്ക് പറയാം അതിനെ ഗ്ലേസിയർ എന്ന് പറയാം. ആ ഗ്ലേസിയറിനോട് ചേർന്നാണ് അമർനാഥ് ഗുഹാക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ സോജില പാസിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഇതൊരു അപകടകരമായ മലമ്പാത എന്ന് വേണം പറയാം. അതിലെ എപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തൂടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്തൂടെ അതിൻ്റെ കല്ല് വീണും അതിൻ്റെ ഉരുണ്ട് വീണും മല ഇടിഞ്ഞു വീണും ഒക്കെ ആയിട്ട് എപ്പോഴും ഇവിടെ ദുർഘടമായിട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഈ ദുർഘട പ്രദേശത്തിൻ്റെ യാത്ര ഈ അടുത്ത ടണൽ 2ാം ഭാഗം വരുന്നതോടുകൂടി അതിനൊരു മാറ്റം വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തുരങ്കത്തിന് 13.15 കിലോമീറ്റർ നീളമുള്ള തുരങ്കമാണ് പണി പൂർത്തിയാകുന്നത്. അത് പൂർത്തിയാകുമ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സിംഗിൾ ട്യൂബ് 2 ലൈൻ തുരങ്കമായിട്ട് ഈ തുരങ്കം മാറും. 2028 ഇത് പണി പൂർത്തിയാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ലഡാക്ക് യാത്രയ്ക്ക് റോഡ് തുറക്കുന്ന തീയതി നോക്കണം, സമയം നോക്കണം. അതുപോലെ തന്നെ പെർമിറ്റുകൾ, യാത്രാ റൂട്ട് തുടങ്ങിയൊക്കെ നമുക്ക് പരിഗണിച്ചുകൊണ്ട് ഈ പ്രദേശത്തൂടെ യാത്ര. ഇവിടെ ഏറ്റവും പൊക്കത്തിൽ ചില ചായക്കടകളും ചില കോഫി ഷോപ്പുകളൊക്കെ നമുക്ക് യാത്രക്കാരെ സഹായിക്കാനായിട്ടുമുണ്ട്. കാരണം അവിടെയൊക്കെ ജീവൻ പണയപ്പെടുത്തിയാണ് നിൽക്കുന്നതെന്ന് പിന്നെ പറയാം. അതിൽ നമുക്ക് ഒരു അമർനാഥ് യാത്രയുടെ ബേസ് ക്യാമ്പ് കൂടെ കാണാൻ കഴിയും. എന്തൊരു ഭയാനകമായിട്ടുള്ള കാഴ്ചയാണ്. ഒരു അടി തെറ്റിയാൽ പിന്നെ വാഹനമില്ല, ആളുമില്ലാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ ഈ സോജില പാസ് എന്ന് പറയുന്നത് ഇത്രയും അപകടകരമായ ഒരു യാത്രാ പാസേജാണ്. പഴയ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗം ഇത്രയും സൗകര്യമില്ലായിരുന്ന കാലത്ത് അന്ന് എങ്ങനെയാണ് ഇതിലേക്ക് ചരക്ക് ഗതാഗതമൊക്കെ നടത്തിയിരുന്നത് എന്നുള്ളത് അതിശയകരമാണ്. ഈ റോഡ് എന്ന് ബ്ലോക്കാവുന്നോ അന്ന് ലഡാക്കിൻ്റെ ജനങ്ങളുടെ, കാർഗിലിലെ ജനങ്ങളുടെ അവസ്ഥ ദുരിതമാവുന്നതാണ്. പിന്നെ എയർലിഫ്റ്റിംഗ്, എയർ കാർഗോ സർവീസ് അല്ലാതെ മറ്റൊരു സാധ്യതയും ഇല്ല.
അത്രയ്ക്ക് മലമ്പാതകളാണ് ഇവിടെ. നമ്മളിപ്പോൾ സോജില സീറോ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. സീറോ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് സോജില പാസിൻ്റെ ഒരു ലാസ്റ്റ് എൻഡ് എന്ന് വേണം പറയാം. ഈ ഗേറ്റ് കടന്ന് നമ്മൾ ഇനി പോകുന്നത് ഇവിടുന്ന് നേരെ ദ്രാസാണ്. ദ്രാസ് എന്ന് പറയുന്നത് മനുഷ്യവാസമുള്ള ലോകത്തിലെ രണ്ടാമത്തെ തണുപ്പ് കൂടിയ സ്ഥലം എന്ന് പറയാം. അവിടത്തേക്കും കാർഗിലിലേക്കും ലഡാക്കിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു സോജില പാസിൻ്റെ ഒരു ഭാഗമായിട്ട് ടൂറിസ്റ്റുകൾ ഫോട്ടോ പോയിന്റ് ഉണ്ട്. ആ ഫോട്ടോ പോയിന്റിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്താണ്. അത്യാവശ്യം കോഫി ഷോപ്പുകളുണ്ട്, സ്നാക്സ് ഒക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ 11,000 അടി പൊക്കത്തിന് മേലെ ആയിരിക്കുന്നു. 11,569 അടി പൊക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങോട്ട് കയറും തോറും ഓക്സിജന്റെ ലഭ്യത ഓക്സിജൻ ലഭ്യത കുറഞ്ഞ സ്ഥലമായതുകൊണ്ട് നമുക്ക് ശ്വാസം എടുക്കാൻ ഒരു പ്രയാസം. ഇവിടുത്തെ ഓക്സിജൻ ലെവൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 85-80% എത്തിയിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ശ്വാസം എടുക്കാൻ പ്രയാസം അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ലഡാക്കിലേക്ക് പോകുന്നവർ ലഡാക്കിലേക്ക് പോകുന്നവർ നിർബന്ധമായിട്ട് 48 മണിക്കൂർ വിശ്രമിച്ച് ആ പ്രദേശത്തെ എയർ ബ്രീത്തിങ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിൻഡ്രം ഒന്ന് മാറ്റിയെടുത്ത് മാത്രമേ നമുക്ക് അവിടെ സ്വൈര്യമായിട്ട് സഞ്ചരിക്കാനാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഡാക്കിലേക്ക് കാർഗിലേക്ക് പോകുന്നവർ ആദ്യത്തെ 2 ദിവസം വിശ്രമത്തിനായിട്ട് എത്തിയ ഉടനെ തന്നെ സൈറ്റ് സീയിങ് ഒന്നും പോകാൻ കഴിയില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള സമയമായിട്ട് ഉപയോഗിക്കും.